ഇന്ന് നമുക്കൊരു പാനിപ്പൂരി കഥ കേട്ടാലോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ പാനിപ്പൂരിയുടെ ഒരു കിറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ സാധനങ്ങൾ പൊതുവേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ മുതിരുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാധുരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര ഇഷ്ടത്രേ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പാനിപ്പൂരിയുടെ ആ ഒരു സംഭവം ആദ്യം വറുത്തൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ച് അതുപോലെ തന്നെ സബോള അരിഞ്ഞ് അതിൻ്റെ ഉള്ളി വെക്കാനുള്ള മിക്സ് റെഡിയാക്കി എടുത്തു. അതിലൊരു മസാല ഉണ്ടാവും, അതും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സോസും അതുപോലെ തന്നെ അതിലുണ്ടാക്കാനുള്ള വെള്ളവും ഒക്കെ ഒഴിച്ച് സെറ്റാക്കി. ആ വെള്ളം റെഡിയാക്കാനുള്ള മസാല അതിലിട്ടപ്പോൾ തൊട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അതിൻ്റെ സ്മെല്ലേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പൊതുവേ ഈ സാധനം ഇഷ്ടമല്ല. ഞാനിത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ട്രിപ്പിന് പോയപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിച്ച് കാട്ടിക്കളഞ്ഞ സാധനമായിരുന്നു കേട്ടോ ഇത്. അതേപോലെ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ മാധുവിനായിട്ട് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പുള്ളിക്കാരി 2-3-4 എണ്ണമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ധനുട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ധനുട്ടനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുഞ്ഞിന് കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു, അച്ഛന് കൊടുത്തു, അമ്മാമ്മയ്ക്ക് കൊടുത്തു, ബ്രൂണോയ്ക്ക് കൊടുത്തു. എല്ലാവരുടെ എക്സ്പ്രഷൻ ഏകദേശമൊക്കെ സെയിം ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവസാനം നമ്മൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടനും കൊടുത്തു. അവൻ മേടിച്ചു കൊണ്ട് വന്നത് കൊണ്ടാണോ എന്നറിയില്ല, അവന് വലിയ പ്രത്യേകിച്ചുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ആ കൂടി ഇഷ്ടമായത് മാധുവിനും പിന്നെ ബ്രൂണോയ്ക്കായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും ഉണ്ടാക്കി മിക്സ് കാട്ടി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് കടലമാവും അതുപോലെ മൈദയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ മസാല ബോണ്ടി ഉണ്ടാക്കി. അപ്പോൾ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.